ഹായ് ചെങ്ങായിമാരെ, ദേശീയപാത 66ൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളാഞ്ചേരി കഞ്ഞിപ്പുര മുതൽ വട്ടപ്പാറ വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മളെ കഞ്ഞിപ്പുര കഴിഞ്ഞാൽ പിന്നീട് വളാഞ്ചേരി CI ഓഫീസിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ ഭാഗത്ത് നിലവിലെ റോഡിനോട് ചേർന്ന് ഏകദേശം 30 അടിയോളം താഴ്ചയിൽ നിന്ന് കെട്ടിപ്പൊക്കിയിട്ടാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത്. പിന്നെ നിലവിലെ റോഡ് അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ ഈ കുന്നിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ ആറുവരിപ്പാത കടന്നു പോകുന്നത്. അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിലൂടെയാണ് ഇനി ആറുവരിപ്പാത കടന്നു പോകുന്നത്. ഏകദേശം 10-20 അടിയോളം മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. ഇനിയും 15 അടിയോളം മണ്ണെടുത്ത് താഴ്ത്താനുള്ള ഭാഗമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നേരെ വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ ആറുവരിപ്പാത ചെന്ന് കയറുന്നത്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് കിട്ടിയ കല്ല് കംപ്ലീറ്റ് ഇവിടെ കൂട്ടിയിട്ട് മെഷീനറി ഉപയോഗിച്ച് പൊടിച്ച് ബേബി മെറ്റല് അതുപോലെ തന്നെ മെറ്റല് ഒക്കെ ആക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അതിന് പുതിയ തരം മെഷീനറി തന്നെ KNRCയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ആ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല പൊടിശല്യമാണ് കേട്ടോ. അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ആ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നേരെ പോകുന്നത് വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ. അപ്പോൾ പാലത്തിൻ്റെ അവസാന പില്ലറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പില്ലറിൻ്റെ മുകളിൽ പിയർ ക്യാപ്പിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഗാഡർ വെക്കുന്ന ജോലികളാണ് അവിടെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നേരെ പാലത്തിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ആറുവരിപ്പാത ചെന്ന് കയറുന്നത്. അപ്പോൾ അതിന് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം 10 അടിയോളം മണ്ണെടുത്ത് താഴ്ത്താൻ ഇനിയും ബാക്കിയാണ് കേട്ടോ. അപ്പോൾ മഴ ആയ കാരണം ഇവിടെ മണ്ണെടുക്കുന്ന പണികളൊക്കെ നിർത്തി വെച്ചതാണ്. മഴ മാറിക്കഴിഞ്ഞാൽ മണ്ണെടുത്ത് തുടങ്ങും. അപ്പോൾ ഇനിയും ഇവിടെ താഴ്ത്താനുള്ളതാണ്. അപ്പോൾ ഇതാണ് നിലവിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ കേട്ടോ. ആദ്യത്തെ ഹൈവേ പൊളിച്ച് മാറ്റി അവിടെയാണ് ഇപ്പോൾ പില്ലറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ താൽക്കാലികം വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി KNRCയിൽ നിർമ്മിച്ചൊരു താൽക്കാലിക ഹൈവേ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ ആ കുന്ന് കണ്ടില്ലേ, നമ്മളിപ്പോൾ നിന്നിരുന്ന കുന്നാണ് ആ കാണുന്നത്. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് നേരെ ഈ പിയറിൻ്റെ മുകൾക്കാണ് കേട്ടോ നമ്മളെ ആറുവരിപ്പാത വന്ന് കയറുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 2 കിലോമീറ്ററോളം നമ്മൾ വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിലൂടെയാണ് യാത്ര ചെയ്യുക. ഈ ഭാഗത്തൊക്കെ ഏകദേശം 30 അടിയോളം താഴ്ചയിൽ നിന്ന് കെട്ടിപ്പൊക്കിയ ഭാഗമാണ് കേട്ടോ. അവിടെ കെട്ടിപ്പൊക്കി മണ്ണിട്ട് ഫില്ല് ചെയ്ത ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്ത് പിയറിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും പണി തീർന്നിട്ടുണ്ട്. ഇനി ഇവിടെ 1-2 പിയറിൻ്റെ മുകളിൽ പിയർ ക്യാപ്പിൻ്റെ പണികൾ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ഇനി ഇവിടെ ബാക്കിയുള്ള പണി ഗാഡർ വെക്കുന്ന പണികളാണ് കേട്ടോ. അപ്പോൾ ഗാഡറുകളൊക്കെ അവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ കൊടുന്ന് കയറ്റി വെക്കും. അപ്പോൾ ഈ ഭാഗത്ത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല താഴ്ചയുള്ള ഭാഗമാണ് കേട്ടോ. ഇവിടെ കോൺക്രീറ്റിൻ്റെ വാള് ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയതാണ്. നല്ല താഴ്ചയിൽ നിന്നാണ് കേട്ടോ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലാണ് കേട്ടോ ഇവിടെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2-3 മാസമായി ഇവിടെ പണി തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, നല്ല മാറ്റങ്ങളാണ് കേട്ടോ ഇവിടെ. ഏകദേശം പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇതാ പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെ ഒക്കെ പണി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഗാഡർ കയറ്റി വെക്കുന്ന പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്നാണ് പോകാൻ വെച്ച ഇത് KNRCയുടെ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി താൽക്കാലികം പോകാൻ വേണ്ടി ഉണ്ടാക്കിയ റോഡാണ്. അപ്പോൾ മഴ പെയ്ത കാരണം ആകെ ചളി പൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ബൈക്കാണുള്ളത്. ബൈക്കായിട്ട് ഇത് തന്നെ പോകാൻ പറ്റില്ല, സ്ലിപ്പാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ അവസാന ഭാഗം കേട്ടോ. ഇവിടെയൊക്കെ ഗാഡർ വെക്കുന്ന ജോലികളാണ് ഇനി ബാക്കിയുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ പണികൾ കംപ്ലീറ്റ് തീരും കേട്ടോ. പാലത്തിൻ്റെ കംപ്ലീറ്റ് പണികളും തീരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എന്താ വെച്ചാൽ അജാതി വർക്കാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മളെ വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.